ഈ പെണ്ണിന് ഫേഷ്യൽ പാരലിസിസ് ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് തന്റെ ഫേസിൽ ഒരു എക്സ്പ്രഷനും കാണിക്കാൻ കഴിയില്ല. പക്ഷെ അവൾ അത് തന്നെ ഒരു സ്പെഷ്യൽ ടാലന്റ് ആയി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം ബോസ് അവളെ $10 മില്യൺ ഡീൽ സൈൻ ചെയ്യുന്നതിനായി പോകാൻ പറയുന്നു. സത്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കരാർ സംസാരിക്കുന്നതിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. എന്നാലും അവൾ വേറെ വഴിയില്ലാതെ ആ ഡീൽ സൈൻ ചെയ്യുന്നതിനായി പോകുന്നു. അതേസമയം അവരുടെ എതിർഭാഗത്തെ കമ്പനി ഒരു വേൾഡ് ക്ലാസ് നെഗോഷിയേറ്ററിനെ ചർച്ചയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നു. ആക്ച്വലി അവൻ എതിരാളിയുടെ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് വെച്ച് തന്നെ അവരുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ കരാർ സംസാരിക്കാൻ വന്ന ഒരു ഡീലിൽ പോലും തോറ്റിട്ടില്ല. അവൻ സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 15 മില്യണിൽ തുടങ്ങുന്നു. അപ്പോൾ അവൾ ഫ്രണ്ട്ലിയായി തോന്നിക്കുന്നതിനായി ചിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചുണ്ടുകൾ അല്പം പോലും ചലിപ്പിക്കാൻ കഴിയുന്നില്ല. കുറച്ചു സമയം അനങ്ങാതിരുന്നവൾ പെട്ടെന്ന് $8 മില്യൺ എന്ന് പറയുന്നു. ഉടനെ എതിർ കമ്പനിയിലെ ആൾ അവളുടെ എക്സ്പ്രഷൻ നോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവളുടെ ഫേസിൽ ഒരു മാറ്റവും വരുന്നില്ല. അവൾ എന്തോ മൈൻഡ് ഗെയിം കളിക്കുകയാണെന്ന് വിചാരിച്ച് അവൻ റേറ്റ് 14 മില്യൺ ആയി കുറയ്ക്കുന്നു. അതേസമയം അവൾ എപ്പോഴത്തെയും പോലെ എന്ത് സംസാരിക്കുമെന്നറിയാതെ സൈലന്റ് ആയിരിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും അവൾ വളരെയധികം കോൺഫിഡന്റ് ആണെന്ന് വിചാരിക്കുന്നു. നോക്കുമ്പോൾ അടുത്ത 2 സെക്കൻഡ് സൈലന്റ് ആയിരുന്നവൾ വീണ്ടും $8 മില്യൺ എന്ന് പറയുന്നു. അതുകൊണ്ട് എതിരാളി മൂഡ് ഓഫ് ആയി റേറ്റ് 12 മില്യൺ ആക്കുന്നു. പക്ഷെ അവൾ അപ്പോഴും എന്ത് ചെയ്യുമെന്നറിയാതെ സഹപ്രവർത്തകരോട് സഹായം ചോദിക്കുന്നതിനായി ആക്ഷൻ കാണിക്കുന്നു. പക്ഷെ അവർ 3 പേരും അത് ശ്രദ്ധിക്കാതെ അവൾ സൈക്കോളജിക്കലായി ഡീൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവൾ സൈലന്റ് ആയിരുന്നു വീണ്ടും $8 മില്യൺ എന്ന് പറയുന്നു. സമാധാനം നഷ്ടമായ എതിരാളി വീണ്ടും റേറ്റ് കുറച്ച് 9 മില്യൺ ആക്കുന്നു. അതേസമയം അവളുടെ സഹപ്രവർത്തകർ അത് നല്ല ഡീൽ തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ അവൾ വീണ്ടും $8 മില്യൺ എന്ന് പറയുമ്പോൾ എതിരാളി വേറെ വഴിയില്ലാതെ അവസാനം അവൾ പറഞ്ഞ റേറ്റിൽ തന്നെ ഡീൽ ഉറക്കുന്നു.